ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇത് പ്ലെയിൻ ആയിട്ടും ഉണ്ടാക്കാം, ഇതേപോലെ ചെമ്മീൻ ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലെ ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ അത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടുന്ന പരുവത്തിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, വറ്റൽമുളകും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ അവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പേന കഴുകി വൃത്തിയാക്കിയിട്ട് തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കാൻ കേട്ടോ. കുറച്ച് സമയം എടുക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ചേർത്തുകൊണ്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്, സ്പെഷ്യൽ വെച്ചിട്ട് ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചതച്ച് കൊടുത്താൽ നല്ല രീതിയിൽ മൊരിഞ്ഞ് വരും ചെറിയുള്ളി. അല്ലാണ്ട് ഇങ്ങനെ കഷ്ണം പോലെ കിടന്നാൽ അത് മുരിയാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാർ ചെറിയുള്ളി ചേർക്കാത്തത്. ചെറിയുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കളറിന് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ. കാരണം കളറ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കിത് ചേർക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ കൂടെ അതും കൂടി ചേർത്തിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനില്ലേ, അതിൻ്റെ തലഭാഗം ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ തലഭാഗം ചേർക്കുമ്പോൾ എനിക്കൊരു കല്ല് കടിക്കുന്ന പോലെ ഒരു ഫീല് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തലഭാഗം ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ വറുത്ത ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു നിദാനം വെച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വറുത്ത സാധനങ്ങളൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള പുളി ഇതേപോലെ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പ്ലേറ്റിലിട്ടുകൊണ്ട് തന്നെ ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പകുതി ഞാൻ ഇതേപോലെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്, പകുതി ഞാൻ ജാറിലിട്ടിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച പുളിയിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് പൾസ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരുപാട് പൊടിക്കരുത്, ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് കിട്ടാൻ. ഇപ്പോൾ 2 തവണയായിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണിത്. ഇത്രയും ചമ്മന്തിപ്പൊടിയാണ് നമുക്ക് ഒരു തേങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഗൾഫിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.